കാപ്പിക്കു കാശില്ല, കഞ്ഞിക്കു കാശില്ല, കഞ്ചാവടിക്കുന്ന ഭ്രാന്തുവേല, കർമ്മങ്ങൾ ഉദിക്കുന്ന മതങ്ങളെ കർപ്പിച്ചു കൊട്ടാരം കിട്ടുന്ന കൂട്ടുവേല, കൊക്കിനെ സ്നേഹിക്കും കൊച്ചനുജത്തിക്ക് കാക്കയെ കാണുമ്പോൾ കീച്ചുവേല, കോടതിക്കുള്ളിലും കാടു പീഡിപ്പിക്കും കൈക്കൂലിക്കാരുടെ ജഡ്ജിവേല. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശ്രീ എൽദോസ് കുന്നുപ്പള്ളിയെ കുറിച്ചാണ്. ഒരു രാഷ്ട്രീയക്കാരനായി മാത്രമല്ല, ഒരു സാധാരണ മനുഷ്യനായി നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹം വന്ന വഴികളിലെ നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല അനുഭവങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ദിസ് ഈസ് ലീഡർഷിപ്പ് അൺഫിൽറ്റേർഡ്, എ ജേർണി ബിയോണ്ട് പൊളിറ്റിക്സ്. എൽദോസ് ചേട്ടാ, വെൽക്കം ടു ദി ഷോ. ശരിക്കും നമ്മുടെ ഷോയുടെ പേരെന്ന് പറയുന്നത് ലീഡർഷിപ്പ് അൺഫിൽറ്റേർഡ് എന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നു അൺഫിൽറ്റേർഡ് വേർഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചൈൽഡ്ഹുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ചൈൽഡ്ഹുഡിൽ ഇപ്പം ഇത്രയും വലിയൊരു നേതാവായി ചൈൽഡ്ഹുഡിൽ നമുക്കുണ്ടാവുമല്ലോ, നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്ത അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ത്രൂ തന്നിട്ടുള്ള ഒരു മൊമെന്റ്, നമ്മളൊരു ലീഡർ ആണ് എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത്, അവിടെ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അത്ര മനോഹരമായിട്ടുള്ള കുട്ടിക്കാലമൊന്നും ആയിരുന്നില്ല. കാരണം ഞാനങ്ങനെ വലിയ കഴിവുള്ള ആളല്ല. എനിക്കൊരു പ്രശ്നമുള്ളത്, ഞാൻ ഈ കൊഞ്ഞപ്പ് അത് പറഞ്ഞാൽ തിരിയില്ലായിരുന്നു. ചെറുപ്പത്തിൽ 3 വയസ്സിൽ നടക്കില്ലായിരുന്നു. സംസാരിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ കൃഷകാത്രനായിട്ടുള്ള ഞങ്ങൾ 3 മക്കളിൽ ഏറ്റവും കാഴ്ചയിലൊക്കെ മോശപ്പെട്ട ഒരു ആളായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അമ്മ തന്ന കുറേ മോട്ടിവേഷൻ ഉണ്ട് എനിക്ക്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവും. ഇപ്പോൾ എല്ലാത്തിനും പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും പേര് കൊടുക്കും, ജയിക്കത്തില്ല. 7ാം ക്ലാസ് വെച്ചാണ് ആദ്യമായിട്ട് കഥാപ്രസംഗത്തിന് 2ാം സ്ഥാനം കിട്ടിയത്. ആദ്യമായിട്ട് കിട്ടുന്നത് 2 വരെ മത്സരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കിട്ടി. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും കയറി പങ്കെടുക്കുക, സ്റ്റേജിൽ ഇടിച്ചു കയറുക, നമ്മുടെ ഗോഷ്ഠികളോ അല്ലെങ്കിൽ കഴിവില്ലായ്മയോ ഒക്കെ പ്രദർശിപ്പിക്കുമ്പോഴും എനിക്ക് സഭാകമ്പം എനിക്ക് മാറിക്കിട്ടി. ശരിക്കും അമ്മ അതിന് എല്ലാത്തിനും പങ്കെടുക്കാൻ പറയും. പിന്നെ കാണുമ്പോഴൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അതൊരു വലിയൊരു ഉത്തേജന മരുന്നായിരുന്നു എനിക്ക്. പിന്നെ ലീഡർഷിപ്പിലേക്ക് എനിക്ക് കോൺഗ്രസ് പാർട്ടിയോട് ചെറുപ്പം മുതലൊരു ഇഷ്ടമുണ്ട്. ഈ ത്രിവർണ്ണ പതാകയുമായിട്ട് പോകുന്ന റാലികൾ ഞാൻ കുഞ്ഞു കുട്ടിയാകുമ്പോൾ കാണുമ്പോഴൊക്കെ ഞാൻ അതിൽ ഓടി ചെല്ലുകയും അതിൽ കുറേ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിങ്ങനെ വന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്കൂൾ ലീഡറാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സ്കൂൾ ലീഡറാകാൻ പറ്റിയില്ല. കാരണം ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാളാണ് സ്കൂൾ ലീഡറായത്. എനിക്കതിന് സാധിച്ചില്ല. ഞാനങ്ങനെ ഈ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് കോളേജ് രാഷ്ട്രീയത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയനിൽ വന്ന് എനിക്ക് കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് നിർമ്മല കോളേജിൻ്റെ മാറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഉള്ളി ആഗ്രഹം. അതിനുവേണ്ടി തന്നെ രാവിലെ വരിക, പിള്ളേരെ കാണുക, സംസാരിക്കുക, റോൾ മോഡലാകുക, എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുക, ആരുടെ ഒരു മോശമായിട്ട് സംസാരിക്കാതിരിക്കുക, അങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസ് നമുക്ക് തന്നെയുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ വായിച്ച ചില കഥകളുണ്ട്, ഹരിശ്ചന്ദ്ര കഥകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ അവതാരം, കർണൻ്റെ കഥകൾ, ഇതായിരുന്നു എനിക്ക് ഭയങ്കര ശക്തി തന്നിട്ടുള്ള 3 സംഭവങ്ങൾ. ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, സമാധാനം ഉണ്ടല്ലോ. പക്ഷെ ഇത് വായിക്കുമ്പോൾ കിട്ടുന്ന ഹരിശ്ചന്ദ്രനാകണം, കർണൻ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത എന്നൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങൾ, എനിക്ക് ലീഡർഷിപ്പിൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ഈ ചെറുപ്പകാലത്ത് വായിച്ച കഥകൾ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് DC റെപ്പായിട്ട് മത്സരിക്കാൻ ആഗ്രഹിച്ചു. സീറ്റ് കിട്ടിയില്ല, മത്സരിച്ചില്ല. സെക്കൻഡ് BDC റെപ്പായിട്ട് ഞാൻ മത്സരിച്ചു. KSUവിലല്ല, സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. KSU ജയിച്ചു. ഞാൻ 6 വോട്ടിന് തോറ്റുപോയി. പിന്നെ ഫസ്റ്റ് DC വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് DC റെപ്രസെൻറ്റേറ്റീവായിട്ട് KSUവിൻ്റെ പാനലിൽ മത്സരിച്ചു. ഞാൻ ജയിച്ചു. സെക്കൻഡ് DC വന്നപ്പോൾ കോളേജ് മാഗസിൻ എഡിറ്ററായിട്ട് മത്സരിച്ചു. പ്രയാണം എന്നായിരുന്നു എൻ്റെ മാഗസിൻ്റെ പേര്. അപ്പോൾ അത് എനിക്ക് 1500 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. വലിയ ലീഡായിരുന്നു അന്ന് കിട്ടിയത്. പിന്നെ ചെയർമാനായിട്ട് മത്സരിച്ചു. ചെയർമാനായിട്ടും അതേ ലീഡിന് ഞാൻ ജയിച്ചു. വളരെ ജയിയായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും MCOമിന് അഡ്മിഷൻ കിട്ടി. എനിക്ക് അവിടെ MCOമിന് വന്നപ്പോൾ ഞാൻ MCOം ഫസ്റ്റ് ഇയർ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് ജയിച്ചു. അന്ന് SFIയുടെ ഏരിയ സെക്രട്ടറിയാണ് എനിക്കെതിരെ മത്സരിച്ച്. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയി. പിന്നെ സെക്കൻഡ് ഇയർ വന്നപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് മത്സരിച്ച് ജയിച്ചു. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ടുള്ള എൻ്റെ വിജയം, കേരള വിദ്യാർത്ഥി വന്ന വിജയം എൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ചു. അത് കഴിഞ്ഞ് ഞാൻ LLBക്ക് പോയി. തിരുവനന്തപുരത്ത് ലോ അക്കാഡമി ലോ കോളേജിലാണ്. അവിടെ ചെന്ന് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ചു. പക്ഷെ അവിടെ തോറ്റുപോയി.
പിന്നീട് ഞാൻ എൻറോൾ ചെയ്തു, LLB പാസ്സായി എൻറോൾ ചെയ്ത് മൂവാറ്റുപുഴ ബാർ അസോസിയേഷനിൽ വന്ന് ആദ്യത്തെ വർഷം തന്നെ ഞാൻ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയി. മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ ഇല്ല, ബാർ അസോസിയേഷനുടെ ചരിത്രത്തിൽ എൻറോൾ ചെയ്ത ആദ്യ വർഷം ബാർ അസോസിയേഷൻ സെക്രട്ടറി ആയ ഒരാൾ ഞാനാണ്. അങ്ങനെ ചരിത്രം. പക്ഷെ അത് സെക്രട്ടറി ആയതെന്ന് പറഞ്ഞാൽ വേറൊരു വഴിയിലൂടെയാണ്. ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് മത്സരിച്ച് ജയിച്ചു, സെക്രട്ടറി ഒരാൾ ജയിച്ചു. പക്ഷേ സെക്രട്ടറി 2 മാസം വരെ രാജിവെച്ച് വിദേശത്തേക്ക് പോയി. അപ്പോൾ എന്നെ ജോയിൻറ്റ് സെക്രട്ടറി എന്നെ ബാർ അസോസിയേഷൻ സെക്രട്ടറിയാക്കി ഉയർത്തി മാറ്റി. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ LLM പഠിക്കാൻ പോയി. ആ സമയത്ത് എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഞാൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി. അതിനുമ്പോൾ KSU ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഹൈബീഡിൻ്റെ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ PC വിശ്വനാഥിൻ്റെ കമ്മിറ്റിയിൽ വന്നപ്പോൾ ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ ടാലൻറ്റ് ഹണ്ട് ഉണ്ടായിരുന്നു. അതിലൂടെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻ്റായി മാറിയത്. അപ്പം ഞാൻ ജില്ലാ പ്രസിഡൻ്റായി 3 വർഷം ഞാൻ ജില്ലയിലുണ്ടായിരുന്നു. ആ സമയത്താണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ എനിക്ക് ഡൽഹിയിൽ നിന്ന് AICCന്ന് സീറ്റ് കിട്ടി. അങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ ഞാൻ മത്സരിച്ചു. ആ ഡിവിഷനിൽ 10,500 വോട്ടിന് ജയിച്ചു. നല്ല ലീഡായിരുന്നു. ആദ്യത്തെ വർഷം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോഴും ആരെങ്കിലും ഇല്ല, അതിന് താഴെ ആരും വന്നിട്ടില്ല. 31ാമത്തെ വയസ്സിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. 2 തവണ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം കിട്ടി, സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകാരം കിട്ടി. ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രത്യേക അംഗീകാരം എനിക്ക് ഒരു 10 ലക്ഷം രൂപയുടെ അവാർഡ് ജില്ലാ പഞ്ചായത്ത് ഉമ്മൻചാണ്ടി സാർ പ്രഖ്യാപിച്ചു. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ 2016 നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്താണ് എനിക്ക് പെരുമ്പാവൂർ മത്സരിക്കാൻ അവസരം കിട്ടിയത്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർ ഒന്ന് മത്സരിച്ചു. 3 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സീറ്റായിരുന്നു. എനിക്ക് ആ ഇലക്ഷന് 7,000 വോട്ടിന് 7,500 വോട്ടിന് എനിക്ക് ജയിക്കാൻ പറ്റി. ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ ശൈലി മറ്റുള്ള ഒരാളുടെ ശൈലി പോലെ ഒന്നല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും പറയും കുട്ടിക്കളിയാണ്, ഗൗരവമില്ല എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ പ്രവർത്തനങ്ങളിലും ഒരാൾ എൻ്റെ അടുത്ത് വരുന്നതിലൊക്കെ ഞാൻ ഗൗരവം കാണിക്കും. പക്ഷേ ഞാൻ പച്ചയായ മനുഷ്യൻ എന്ന രീതിയിൽ ഓരോ സന്ദർഭത്തിലും കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ കൂടെ കൂടും, മുതിർന്നവരെ അവരുടെ കൂടും, കല്യാണ വീടാണെങ്കിൽ അങ്ങനെ കൂടും, അതെല്ലാം ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ അഭിനയിക്കും, അങ്ങനെ ജീവിക്കും. ആ രീതിയിലാണ് ഞാൻ. വലിയ പ്രാസംഗികനോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകളല്ലെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാറുണ്ട്. ഒരു നാടിന് എന്തെല്ലാം കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യും. അപ്പം ഞാൻ 2 കാര്യം ആലോചിച്ചു. ഒന്ന്, എൻ്റെ പാർട്ടിക്ക് ഞാൻ എന്ത് സംഭാവന കൊടുക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ ഇത്രയും വളർത്തി വലുതാക്കി എന്നെ MLA ആക്കി. എൻ്റെ പാർട്ടിക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു, എൻ്റെ ജനങ്ങൾക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു. അങ്ങനെ ഞാൻ പാർട്ടിക്ക് വേണ്ടി കൊടുത്തതാണ്. ഞാൻ MLA വന്ന വർഷം തന്നെ പെരുമ്പാവൂർ ഒരു പാർട്ടിക്ക് ഒരു ഓഫീസ് നിർമ്മിച്ച്, മനോഹരമായ ഓഫീസ് പാർട്ടിക്ക് വേണ്ടി നിർമ്മിച്ച് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു വലിയ യാത്ര നടത്തി. ഞാൻ അന്ന് ജനങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന പദയാത്ര നടത്തി ഫണ്ട് ശേഖരിച്ച് അതിനൊരു നല്ല ഓഫീസ് ഉണ്ടാക്കി. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെ പറ്റി ആലോചിച്ച് 2 വർഷവും ഞാൻ 2 ടൈമിലും ഞാൻ പ്രതിപക്ഷത്തായിരുന്നു. ഈ പ്രതിപക്ഷത്താണെങ്കിൽ പോലും 2,000 കോടി രൂപയുടെ വികസന കാര്യങ്ങൾ പെരുമ്പാവൂർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച് കൊണ്ടുവന്നു. അപ്പോൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്ന കുറേയധികം കാര്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നു, നമുക്ക് സൗകര്യമായത് പ്രവർത്തിക്കുന്നു. ഞാൻ ആരോടും കയർത്ത് പറയാറില്ല. ഇന്ന് വരെ ആരെയും ഞാൻ തെറി വിളിച്ചിട്ടില്ല, ആരെയും ഞാൻ ഇന്നൊരു ഉപദ്രവിച്ചിട്ടില്ല. എൻ്റെ മക്കൾ പോലും ഞാൻ തല്ലിയിട്ടില്ല ഇന്ന് വരെ. എൻ്റെ ഭാര്യയെ പോലും ഉപദ്രവിച്ചിട്ടില്ല. അതൊരു കുടുംബജീവിതത്തിൽ നല്ലൊരു പിതാവാണ് ഞാൻ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് നിങ്ങളുടെ ഭാഗ്യമാടാ എന്ന് കിട്ടിയെന്ന് പറയും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കഥകളെല്ലാം പറയും അവരോട്. ഞാൻ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ വീട് വിട്ടുപോയ സംഭവങ്ങൾ, തിരിച്ചു വന്ന കാര്യങ്ങൾ. 10ാം ക്ലാസ്സിൽ നിന്ന് വീട് വിട്ടു പോയിട്ടുണ്ട്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ വീട് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ധാരണ എന്താണെന്നറിയോ, ഇവിടെ നിന്ന് ബസ് കയറി കൊച്ചിയിലെത്തുക, കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി ബോംബെക്കോ ഡൽഹിക്കോ എവിടെയാണെന്ന് വെച്ചാൽ പോവുക. കുറച്ച് 1,500 കേസുണ്ട്. അവിടെ പോയി പഠിക്കുക, സമ്പന്നനായിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് ഒരു സിനിമ ഡയലോഗ് പോലത്തെ സംഭവമുണ്ട്. അന്നൊക്കെയുള്ള കൊച്ചു കുട്ടിയല്ലേ അന്ന് എനിക്കത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ബസ്സിൽ കയറിയിരുന്നു, മൂവാറ്റുപുഴ സ്റ്റാൻഡിൽ ബസ്സിൽ കയറിയിരുന്നപ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട്, ഓർഡിനറി ബസ്സാണ് എറണാകുളം. പക്ഷെ അന്നൊക്കെ ഈ ബസ് ബോർഡ് വെച്ച് 1 മണിക്കൂർ കണ്ട് പോകുള്ളൂ, ഇങ്ങനെ ഇട്ടേക്കും വണ്ടി ആളാണ്. ഞാൻ അങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, നല്ല കാര്യത്തിന് പോലെ എൻ്റെ സ്കൂൾ ആനിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളാണ്, മഡ സ്കൂളാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഉണ്ട് അവിടെ, ക്ലാസ് സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ അലോഷ്യസ്. എനിക്ക് വലിയ ഇഷ്ടമാണ് സിസ്റ്റർ. അന്ന് സിസ്റ്റർ കണ്ട് യാത്രയപ്പ് പറയാമെന്ന് കരുതി ഞാൻ ഒളിച്ചോടുന്ന ആൾ. എന്നാൽ വണ്ടിയിൽ നിന്ന് നേരെ താഴെ ഇറങ്ങി സൈക്കിളെടുത്ത് നേരെ ആനിക്കാട് സ്കൂളിലേക്ക്, ഞായറാഴ്ച ദിവസമാണ്, സൈക്കിൾ ചവിട്ടി ആനിക്കാടെത്തി, മഠത്തിലെത്തി, ബെല്ലടിച്ചു.
ഇപ്പം ഈ മറ്റേ ബെല്ലടിച്ച് തൂക്കുമണി അടിച്ച് അവിടുത്തെ സിസ്റ്റർ വന്ന്, എൻ്റെ ക്ലാസ് സിസ്റ്റർ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്താടാ ഈ ഞായറാഴ്ച പെട്ടി കേട്ട് വന്നേക്കുന്നത്, നിനക്ക് എന്താ പറ്റിയെന്ന് വെച്ചു. പക്ഷെ ഞാൻ അറിയാതെ വിതുമ്പിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എന്നെ സിസ്റ്ററാക്കാൻ കൊച്ചു കുട്ടിയല്ലേ, എന്നെ അവിടെ പിടിച്ച് കിടത്തി മടത്തി കിടത്തി. പിന്നെ ഞാൻ 3 മാസത്തേക്ക് സ്കൂളിലാണ് ഞാൻ താമസിച്ചത്. സ്കൂളിൽ ക്ലാസ് മുറിക്കുള്ളിൽ അന്നത് ഇങ്ങനെ, അത് അവിടെ മടമാണെങ്കിൽ ഇവിടെ ക്ലാസ് മുറിക്കുള്ളിൽ നിൽക്കും. പിന്നെ ഇവിടെ നോക്കി അവിടെ നേരെ കാണാൻ പറ്റും. അപ്പോൾ അന്ന് ചെറിയൊരു ബൾബാണ്, 30-ൻ്റെ ചെറിയ ബൾബ്. പഠിക്കാൻ 10ാം ക്ലാസ് പരീക്ഷയല്ലേ, പഠിക്കാനാണെങ്കിൽ വെട്ടമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയായി കഴിയുമ്പോൾ ഈ ഡെസ്ക് എല്ലാം ചേർത്ത് വയ്ക്കും, 5 5 10 ഡെസ്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഈ ബെഞ്ച് കയറ്റിടും, 10 ബെഞ്ച്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ടീച്ചറുടെ ഇതിലെ കയറ്റിയിട്ടിട്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ നേരെ തൊട്ടടുത്ത് വെട്ടം കിട്ടും. അങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിനോടുള്ള താല്പര്യം സെൻറ്റ് സെബാസ്റ്റ്യൻ, അതുകൊണ്ട് എൻ്റെ മകനെ ഞാൻ സെബാസ്റ്റ്യൻ എന്ന പേരിട്ടത്. ആ ഇഷ്ടം കാരണം, സ്കൂളിനോടൊരു ഇഷ്ടം കാരണം സ്കൂളിൻ്റെ പേര് അവനിട്ടു. രണ്ടാമത്തെ ആൺകുട്ടി ഉണ്ടായപ്പോൾ ഇടയുണ്ടായി. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉണ്ടായ കുറേ സംഭവവാസങ്ങൾ ഒക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. എൻ്റെ കവിതകളിലൊക്കെ ഞാൻ പലപ്പോഴും, എൻ്റെ കവിത എന്നൊക്കെ പറയാൻ, എൻ്റെ കവിതയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ട്രോളുന്ന കവിതകളൊക്കെയാണ്. എന്നാൽ പോലും ചില കവിതകളൊക്കെ ഞാൻ അങ്ങനെ എഴുതാറുണ്ട്. സ്നേഹമെന്നൊരു വാക്ക് നിൻ്റെ മനസ്സിലും, മോഹമെന്നൊരു വാക്ക് നിൻ്റെ കിനാവിലും, അമ്മയെന്നൊരു വാക്ക് നിൻ്റെ ഹൃത്തിലും, നന്മയും നിന്നിൽ വിടരുവാൻ കൊതിപ്പു ഞാൻ. അങ്ങനെ ഒത്തിരി എൻ്റെ ഇനി എത്ര നാഴിക എന്ന് പറഞ്ഞ കവിതയൊക്കെ അങ്ങനെ എഴുതിയ. മണ്ണെണ്ണ കത്തും വിളക്കിൻ്റെ വെട്ടത്തിൽ കണ്ണുനീർ വീഴ്ത്തി കാത്തിരിക്കുന്നവൾ, നേരം പടിഞ്ഞാട്ട് വീണ്ടും കൊതിക്കുന്നു, നേരം പുലരുവാൻ ഇനി എത്ര നാഴിക. കണ്ണുനീരുമായി കൈകോർക്കുന്നു മണ്ണിൽ, കണ്ണിൽ കിനാവ് മറയുന്നു മണ്ണിൽ, ഓർമ്മകൾ നൃത്തമാടുന്നു. ചിരിക്കുവാൻ കരയുവാൻ കണ്ണുനീർ വീഴ്ത്തുവാൻ ആവില്ലെനിക്കിനി, പുഴുത്തയോർമ്മയെ സ്നേഹിച്ചു ജീവിതം നയിക്കുവാൻ, ഇനിയും ഒരുപിടി മുന്നോട്ടുണരുവാൻ എൻ്റെ മനം എന്നേ തളർന്നു. ഒത്തിരിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് അന്നത്തെ എൻ്റെ ഓരോ പ്രശ്നങ്ങൾ എനിക്ക് ഓരോ കവിതകൾ എഴുതാൻ പറ്റും. ഞാൻ ഒരു കവിത എൻ്റെ പേരിൽ എനിക്ക് സസ്പെൻഷൻ വരെ കിട്ടിയതാണ്. ക്ലാസ്സിലൊരു ടീച്ചറെ കുറിച്ച് പറഞ്ഞു. ടീച്ചർ, ഒരു കുഞ്ഞമ്മ ടീച്ചറുണ്ട്. ടീച്ചർ ഇങ്ങനെ കുറേ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ വലിയ ഹെയർ പിൻ കുത്തി വന്നപ്പോൾ ഞാനിങ്ങനെ വേറൊരു കവിത, എൻ്റെ തലമുടി ചുറ്റിക്കെട്ടി തലമുടി കെട്ടിൽ കുന്തം കുത്തി നമ്മുടെ ടീച്ചർ നടന്നു വരുന്നതെന്നല്ല. ടീച്ചർ ഒരു സമയത്ത് അതങ്ങ് അടിച്ച്. അങ്ങനെ ഒരു ലേശം പോയാൽ അവിടെ ഒരു ഷാപ്പുണ്ട്, അവിടെ എങ്ങാനും വച്ചൊരു മാഷ് നിങ്ങളെ എങ്ങാനും കണ്ടുപിടിച്ച കപ്പയും കള്ളും സാറിനുമാകാം, സാറിനും ഇല്ലേ ലേശം പൂസായ കൊള്ളാമെന്നുള്ളൊരു മോഹം, ഇടവേളയ്ക്കൊന്നാ ഡിപ്പാർട്ട്മെൻറ്റിന് അരികിൽ കൂടി പോയിട്ടുണ്ട്, തീപ്പോ കാണാം സാറുമാർക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റിയ നേരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഞാൻ കളിയാക്കി എഴുതുമായിരുന്നു കോളേജിൽ. പ്രിൻസിപ്പൽ ഒരിക്കലൊരു നിയമം ഇറക്കി. നിർമ്മല കോളേജിൻ്റെ ഇങ്ങനെ രണ്ട് ലൈന മോഡിൽ നിന്ന് താഴ്ത്തിയാണ്. അപ്പോൾ ഒരു സൈഡിലൂടെ ആൺകുട്ടിലും മറ്റേ സ്ഥലം പെൺകുട്ടിലും പോകണമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കി. അപ്പോൾ ഞാൻ അതിനെതിരെ കവിത സ്ട്രിക്റ്റ്, ഒന്ന് പറഞ്ഞേക്കാം ബോയ്സിൻ ആ വഴി, ഗേൾസിൻ നീ വഴി, പിന്നെ അങ്ങോട്ട് ഒരു വഴി പെരുവഴി എന്ന് പറഞ്ഞിട്ട് അന്ന് എഴുതി. അപ്പോൾ അതൊക്കെ ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ആളുകൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ ഈ കവിത എഴുതുന്നതും അത് ചൊല്ലുന്നതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 102 കുട്ടികളുള്ള ക്ലാസ്സില് 102 കുട്ടികളുള്ള ക്ലാസ്സിൽ 100 കുട്ടികള് 102 പേരുള്ള സയൻസ് ഗ്രൂപ്പിൽ 100 വോട്ട് എനിക്ക്, 2 വോട്ട് എതിരാളി. കാരണം ആ ക്ലാസ്സിൽ 2 ആൺകുട്ടികളുള്ളൂ, പെൺകുട്ടികൾ മുഴുവൻ വോട്ട് എനിക്കായിരുന്നു. നിരന്തരം മുഴുവൻ ക്ലാസ്സുകളും ഭയങ്കര ലീഡായിരുന്നു എനിക്ക്. ഒരു കലാകാരൻ എന്ന് പറയുന്നത് അതെന്താണെന്നറിയോ, അത് എൻ്റെ പ്രവർത്തന ശൈലി അങ്ങനെയായിരുന്നു. നന്നായി പ്രവർത്തിക്കും. പിന്നെ കോളേജിൽ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കാര്യങ്ങൾ നോക്കും. നമ്മളെങ്ങനെയാണ് നല്ല ആളാവുക, നമ്മൾ നല്ല ആളായിട്ടല്ല നല്ല ആളാവുക, നമ്മൾ നല്ല ആളായിട്ട് ജീവിതത്തിൽ നന്നായി അഭിനയിക്കുക എന്നുള്ളതാണ്. 2 കാര്യം കൊണ്ടാണ് നമ്മൾ തകർന്നു പോകുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത്, 1 കുറ്റബോധം, 2 നിരാശ. നമ്മൾ കുറ്റം ചെയ്യാത്ത ഒരാൾക്ക് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. ഇനി കുറ്റം ചെയ്താൽ പോലും കുറ്റബോധം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും മനുഷ്യന് ആരുമില്ല. നിരാശ, ജീവിതം തീരും കേട്ടോ, പ്രശ്നം കേട്ടോ. ആ നിരാശ, ഈ 2 കാര്യം കൊണ്ട് പലരും ജീവിതം അവസാനിപ്പിക്കുകയും ഡെസ്പായി പോവുകയും ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിന്ന് ഒരു നിരാശയില്ല. എനിക്കിന്ന് കിട്ടിയതിനേക്കാൾ നല്ലൊരു ജീവിതം നാളെ കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ന് കിട്ടിയതിനേക്കാൾ അധികാരങ്ങളും ഇത് നാളെ ഉണ്ടാവും, നാളെ ഞാൻ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല. എൻ്റെ മനസ്സിലെ ചിന്തയാണ്. എൻ്റെ പ്രാർത്ഥനകളിൽ പോലും എനിക്ക് വളരെ ശക്തിയാണ്, ധൈര്യമാണ്. അല്ലാതെ നമ്മളൊന്നും തിരിഞ്ഞു ഞാനിങ്ങനെ പേടിച്ച് യാത്ര ചെയ്യുകയാണ്, ആരെങ്കിലും പുറകെ നിന്ന് കുത്തുവോ എന്ന് ആണ് ഫുൾ ടൈം തിരിഞ്ഞു പോകേണ്ടത് തന്നെ. അതെ, മുന്നോട്ട് തന്നെ പോവാന്നേ. ബാക്കിലൂടെ എന്ത് സംഭവിക്കുന്ന ആർക്കറിയാം. പല ആളുകളും
പലതും നമ്മൾ ശത്രുക്കളുടെ കൂട്ടത്തിലൂടെ നമ്മൾ നടന്നു പോകണം. നമുക്കല്ലല്ലോ, നമ്മളെക്കാൾ വലിയ ആൾക്കൊരു യേശുക്രിസ്തു വരെ ശത്രുക്കളായിരുന്നു. ക്രൂശിക്കുകയാണ് ചെയ്തത്, ശിക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നും ധൈര്യമായിട്ട് ജീവിക്കുക. ഈ കോളേജ് പഠിക്കുമ്പോഴേ മകാരം മാത്യു എന്ന് പറയുന്ന ഒരാൾ കോളേജിൽ നിന്ന്, പുള്ളി മാകൂട്ടി മാത്രം കവിതയും കഥയൊക്കെ ചൊല്ലും. മാകൂട്ടി എല്ലാത്തിനും ആദ്യം മായായിരിക്കും. അപ്പം ഞാൻ ചിന്തിച്ചു, എനിക്ക് അന്ന് എന്നെ കോളേജിൽ എല്ലാവരും കുന്നപ്പള്ളി എന്ന് വിളിക്കണം. അപ്പം ഞാൻ അപ്പം ഞാൻ അടുത്തുനിന്ന് കാ കൂട്ടി എഴുതിയ, അങ്ങനെ ഞാൻ കകാരം കുന്നപ്പള്ളിയായി കോളേജിൽ. എന്നിട്ട് കാ കൂട്ടി ഞാൻ കവിത എഴുതി. അന്ന് കളകള കാവ്യങ്ങൾ കഥയാക്കി മാറ്റുന്ന കൈരളി കവികൾ തൻ കർമ്മവേല, കൂവിക്കളിക്കുന്ന കുട്ടികൾ തന്നോട് കൂമ്പുകരിക്കുന്ന കുരുന്നുവേല, കാപ്പിക്കു കാശില്ല കഞ്ഞിക്കു കാശില്ല കഞ്ചാവടിക്കുന്ന ഭ്രാന്തുവേല, കർമ്മങ്ങൾ ഉദിക്കുന്ന മതങ്ങളെ കർപ്പിച്ചു കൊട്ടാരം കെട്ടുന്ന കൂട്ടുവേല, കൊക്കിനെ സ്നേഹിക്കും കൊച്ചനുജത്തിക്ക് കാക്കയെ കാണുമ്പോൾ കീച്ചുവേല, കോടതിക്കുള്ളിലും കാടു പീഡിപ്പിക്കും കൈക്കൂലിക്കാരുടെ ജഡ്ജിവേല, കോഴ മേടിക്കുന്ന കൈരളിമാന്മാർ കൂലു കളിക്കുന്ന മന്ത്രിവേല. പിന്നെ കകാരം കൂട്ടി എഴുതാവുന്ന എല്ലാം ഞാൻ എഴുതി. അങ്ങനെ ഞാൻ കോളേജിൽ കവിത ചൊല്ലി. ഞാൻ FM റേഡിയോ ഇല്ലേ, FM-ൻ്റെ യുവാണിയിലേക്ക്, ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, FM യുവാണിയിലേക്ക് ഞാൻ കവിത അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അടുത്ത ബുധനാഴ്ച യുവാണിയിൽ വന്നിത് കവിത ചൊല്ല്, പിന്നത്തെ ബുധനാഴ്ച ഇത് യുവാണിയിൽ കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് യുവാണിയിലേക്ക് കയറി കാക്കനാട് പോയിട്ട് ഈ കവിത ചൊല്ലി. കൈരളി മക്കൾ തൻ കാവ്യവേലകൾ എന്ന് പറയുന്ന കവിത ഞാൻ ചൊല്ലി. പിന്നത്തെ ബുധനാഴ്ച അപ്പോൾ എനിക്ക് 150 രൂപയുടെ ചെക്ക് കിട്ടി അതിന് കേട്ടോ. അല്ല, അടുത്ത ആഴ്ച. അങ്ങനെ അത് കിട്ടി. എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ ആദ്യ കവിത വെളിച്ചം കണ്ടു, ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ അടുത്ത ബുധനാഴ്ച യുവാണിയിൽ ഈ കവിത വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് റേഡിയോ ഒക്കെ ഏരിയയിലൊക്കെ വലിച്ചു വെച്ച് ഇങ്ങനെ കേൾക്കണം. 5 മണിക്ക്. അപ്പോൾ യുവാണിയിലേക്ക് സ്വാഗതം. അടുത്തതായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ എൽദോസ് പി കുന്നപ്പള്ളിയുടെ കൈരളി മക്കൾ തൻ കാവ്യവേലകൾ എന്ന് പറയുന്ന കവിത കേൾക്കാം. എൻ്റെ മനസ്സ് നിറഞ്ഞു. കളകള കാവ്യങ്ങൾ കഥയാക്കി മാറ്റുന്ന. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എനിക്ക് സൈക്കിളുണ്ട് പറഞ്ഞില്ലേ, സൈക്കിളെടുത്ത് എൻ്റെ ജംഗ്ഷൻ മഞ്ചരിപ്പടി ജംഗ്ഷനിൽ പോയി ഇങ്ങനെ നിന്നു. ആളുകൾ പോകുമ്പോൾ നമ്മൾ കവിതയൊക്കെ കേട്ട് ആളായില്ലേ, കുറേ ആളുകൾ അങ്ങോട്ടും പോയി, കുറേ ആളുകൾ ഇങ്ങോട്ടും പോയി, ഒരാളും എൻ്റെ കവിത കേട്ടില്ല. ആ ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷനിൽ പോയിരുന്നു, ഞാൻ കവിത കേട്ടില്ല. ഈ ജംഗ്ഷനിൽ നിന്ന് അപ്പുറം ജംഗ്ഷനിൽ പോയിരുന്നു, എൻ്റെ കവിത ആരും കേട്ടില്ല. എനിക്കത് നിരാശയായി. ഒരാഴ്ച കടന്നുപോയി. അടുത്ത ബുധനാഴ്ച വീണ്ടും യുവാണിൽ വീണ്ടും ഈ പുതിയ പ്രതിഭകളുടെ കവിത വരുവാണ്. ഞാൻ നോക്കിയപ്പോൾ വേറൊരാളുടെ കവിത കേൾക്കുന്നുണ്ട്. അല്ലല്ല അവളല്ല നീ പിന്നെ ആരാണോ നീ ചിരി തൂകാത്ത ചെമ്പകം മോഹിക്കാനറി. അന്ന് അവൻ്റെ കവിതയാണ്, അന്നത്തെ ഓർമ്മ എൻ്റേത്. ഈ കവിത കഴിഞ്ഞപ്പോൾ കത്ത് വായിക്കും. ഇനി നമുക്ക് കത്തുകൾ കേൾക്കാം. അപ്പോൾ ഞാൻ കത്ത് കേൾക്കുക. മൂവാറ്റുപുഴ മാറാടിയിൽ നിന്ന് ഷിബുവിൻ്റെ ഒരു കത്തുണ്ട്. ഷിബു എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷിബുവിൻ്റെ കത്ത്. ഈ സന്തോഷം. ഷിബു പറയാണ്, കഴിഞ്ഞ ആഴ്ച യുവാണിയിൽ വന്ന എൽദോസ് കുന്നപ്പള്ളിയുടെ കൈരളി മക്കൾ തൻ കാവ്യവേലകൾ എന്ന് പറയുന്ന കവിത കേട്ടു. ഇതുപോലെ നിലവാരമില്ലാത്ത കവിതകൾ ഇനി പ്രസിദ്ധീകരിക്കരുത് എന്നാണ് അതിൽ വന്ന്. അന്ന് റേഡിയോ ഓഫ് ചെയ്ത ഞാൻ വീണ്ടും തുറന്നിട്ടില്ല. പക്ഷെ എൻ്റെ തൊലിക്കെട്ടി പക്ഷെ ഞാനൊരു കാര്യമുണ്ട്. ഇതിന് ശേഷം ഞാൻ റേഡിയോ ഓഫ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, പിറ്റേ ദിവസം രാവിലെ കോളേജിൽ പോകാൻ വേണ്ടി ജംഗ്ഷനിൽ വന്നപ്പോൾ ആദ്യം കണ്ട ആൾ എന്നോട് പറഞ്ഞു, എടാ നിൻ്റെ കവിതയ്ക്ക് നിലവാരമില്ല എന്ന് റേഡിയോയിൽ പറഞ്ഞില്ലെന്ന്. ആ നാട്ടിൽ അതെല്ലാവരും കേട്ടു. എൻ്റെ കവിത ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല. ഞാൻ യുവാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ FM റേഡിയോയുടെ ജൂബിലി ആഘോഷത്തിൽ അവിടെ പ്രസംഗിച്ചതാണ്. ഇത് നടന്ന സംഭവം. അത് പബ്ലിക്കായിട്ട് പറയുകയും കൂടെ ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ എഴുതാനും പറയാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ പഠിക്കുമ്പോൾ വഴിയോര കാഴ്ചകൾ എന്ന് പറഞ്ഞ കവിത അതുപോലെ തന്നെയാണ്. കോളേജിൽ പോകുന്നത് കാണുന്ന കാഴ്ചയില്ലേ, അങ്ങേ കടയിൽ കണ്ണും ഇഴിച്ചും ഇളിച്ചും ഇരിക്കും കാർന്നവർ കാശിൻ ഇടവക മക്കൾക്ക് ഒന്നായി സിഗട്ടിൻ കുറ്റികൾ വിറ്റു തുലയ്ക്കും നേരം മുന്നോട്ടൊരുപടി ഒന്നൊന്നൊന്നായി ചവിട്ടിക്കയറി മടുത്തും ഇരിപ്പു അങ്ങേ മതിലിൽ ഒരു പറ്റങ്ങൾ കാല് ചിരിച്ചു ചവിട്ടിക്കാമിനി മാറവർ കണ്ണുമടിച്ചും ഇളിച്ചു ചിരിച്ചു വരുന്നത് കണ്ടേ തടിയൻ മാഷുമാരുടെ ഉണ്ട സ്കൂട്ടർ കേട്ടേ താഴെ ക്യാൻറ്റീനിൽ അലുവ് മുറിച്ചു ചവയ്ക്കും ശബ്ദം വേണ്ടേ ഒരുവൻ കട്ടൻ ചായ കട്ടുകുടിച്ചേ ഇക്ക പിടിച്ചേ ഒച്ചയെടുത്തേ പിന്നെ കതറിൻ കുപ്പായങ്ങൾ ഓടിയെടുത്തു സമരമെടുത്തു ക്ലാസ്സുമെടുത്തു ഹാജരെടുത്തു ഞങ്ങളെ വീട്ടിലയച്ചേ പിന്നെ കൂളികൾ കൂട്ടം കൂടി അങ്ങേ തിയേറ്ററിൽ എപ്പോഴും കണ്ട് മെലിഞ്ഞു വിശന്ന് വലിച്ചു കയറി പട്ടയടിച്ച് വലന്ന് കിടന്ന് അന്നത്തെ എല്ലാ കാര്യം എഴുതാറുണ്ട്. ഓർത്ത് വെച്ചിട്ട് അത് ചൊല്ലുകയും ചെയ്യായിരുന്നു. ഇത് കാണുമ്പോ മിക്കവാറും എനിക്ക് തോന്നുന്നത് റാപ്പേഴ്സ് പൊക്കും. അല്ല, ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെ.
ഞാൻ എൻ്റെ തീക്ഷ്ണമായ ചിന്തകളൊക്കെ ഞാൻ ആ സമയത്ത് എഴുതി വെക്കുമായിരുന്നു. എഴുതിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു. ആ കുട്ടിയിൽ നിന്ന് എങ്ങനെയാണ് കാണുന്നതിനെ എല്ലാം മണിമുത്തുകളാക്കി അതിനെ അങ്ങ് ഡെലിവറി ചെയ്യുക, വാക്കുകൾ കൊണ്ട് തന്നെ മറ്റുള്ളവരെ ത്രസിപ്പിച്ചെടുക്കാൻ പറ്റുക? അതിന് എനിക്കൊരു ഉത്തരവുണ്ട്. എൻ്റെ പേര് കൊച്ചിലെ എൽദോസ് എന്നായിരുന്നില്ല, ആഷ്ലി എന്നായിരുന്നു എൻ്റെ പേര്. എൻ്റെ ചേച്ചി ആശ, ഞാൻ ആഷ്ലി, അനിയൻ അഭിലാഷ്, അങ്ങനെയായിരുന്നു പേര്. പക്ഷെ ഞങ്ങളൊരു വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അറിയില്ലെങ്കിൽ അറിയാം. അപ്പോൾ അന്ന് കോതമംഗലം പള്ളിയിൽ അവിടെ ഈ ബെസേലിയസ് ബാബായെ കബറടക്കിയിട്ടുണ്ട്. അവിടെ മുക്കുന്ന കുട്ടികൾക്കെല്ലാം എൽദോസ് എന്ന് വിളിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ബേസിൽ എന്ന് വിളിക്കും. അപ്പോൾ പല മാതാപിതാക്കന്മാരും അങ്ങനെ വഴിപാട് നേർന്നുണ്ടാവുന്ന കുട്ടിയായിരിക്കും. പക്ഷേ എന്നെ മാത്രം എൽദോസ് എന്ന് വിളിച്ചില്ല, എന്നെ വിളിച്ചത് ആഷ്ലി എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഞാൻ സംസാരിക്കാതിരിക്കുന്നത് എന്ന് ആരോ പറയുകയും അങ്ങനെ പിന്നീട് 3 വയസ്സായപ്പോഴേക്കും എൻ്റെ പേര് മാറ്റി എൽദോസ് എന്നാക്കി, അനിയൻ്റെ പേര് ആഷ്ലി എന്നും ആക്കി. അങ്ങനെയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് വരെ സംസാരം നിർത്തിയിട്ടില്ല. ഇതാണ് യഥാർത്ഥ വസ്തുത. അപ്പോൾ ഞാനിത് വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലവനാകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ലോകത്ത് നേടാനുള്ളൂ. ബാക്കിയെല്ലാം മായയാണ്, എല്ലാം മായയാണ്. ഇത് എത്രാമത്തെ ഏജിലായിരുന്നു ഈ ഒരു പേര് മാറ്റിയത്? അത് 3 വയസ്സുള്ളപ്പോൾ. 3 വയസ്സുള്ളപ്പോൾ ഞാൻ നടക്കാനും കഴിവുറവായിരുന്നു. ആ ഒരു സമയത്ത് സംസാരിക്കാനുമുള്ള. അല്ല, ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴേ നമ്മളിപ്പോൾ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്രസംഗമാണ്. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കോൺഗ്രസിന്റെ റാലികളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ആദ്യത്തെ സമ്മാനം കിട്ടുന്നത് തന്നെ കുറെ മത്സരങ്ങളിൽ പങ്കെടുത്ത് തോറ്റുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആകെ 2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 2ാം സ്ഥാനം നമുക്ക് കിട്ടി. ഞാൻ അതിന് കഥയുണ്ട്. പട്ടുടുപ്പ് എന്ന് പറയുന്ന കഥാപ്രസംഗം, പട്ടുകുപ്പായവും പൊന്നരഞ്ഞാണവും പട്ടണിക്കാർക്കുള്ളതല്ലാതെ എന്നൊക്കെ പറഞ്ഞ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ കഥാപ്രസംഗം പറയുന്ന ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഞാൻ കഥാപ്രസംഗം പഠിച്ചിട്ട് പക്ഷെ നന്നായി പറഞ്ഞു. ഞാൻ 6ൽ പഠിക്കുന്ന പെൺകുട്ടി, അവൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുത്തത്. പക്ഷെ എനിക്ക് ഭയങ്കര അമർഷമായിരുന്നു ടീച്ചറിനോട്. ഞാൻ സിസ്റ്ററോട് മിണ്ടാതെ ക്ലാസ്സിൽ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റർ അടുത്താണോ? എൻ്റെ ക്ലാസ് വേറെ സിസ്റ്റർ 7 പഠിക്കില്ലേ. ആ സമയത്ത് എനിക്ക് സെക്കൻഡാക്കി അവൾക്ക് ഫസ്റ്റ് കൊടുത്തുന്നപ്പോൾ അവൾ പറഞ്ഞതും പട്ടുടുപ്പാണ്, ഞാൻ പറഞ്ഞതും പട്ടുടുപ്പാണ്. പക്ഷെ എനിക്ക് നല്ല ബോധ്യമുണ്ട് അവളെക്കാൾ നന്നായി പറഞ്ഞ ഞാനാണ്. എൻ്റെ നല്ല പട്ടുടുപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് സിസ്റ്റർ ചോദിച്ചു. ഞാൻ ഈ സിസ്റ്ററോട് പിന്നെ മിണ്ടില്ല. പരിഭവമാണ് എൻ്റെ ദേഷ്യം, എൻ്റെ കവിത, എൻ്റെ കഥ, എൻ്റെ കലാകാരൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ സിസ്റ്റർ മിണ്ടില്ല. സിസ്റ്ററിനെ വിളിച്ച്, എടാ നീ വരാമെന്ന്, നിനക്ക് എന്നെ പറ്റിയെന്ന് വെച്ചു. ഞാൻ സിസ്റ്ററെ, ഞാൻ പഠിക്കാൻ മോശമായതുകൊണ്ട് മനഃപൂർവ്വം എനിക്ക് കുറച്ചിട്ടതല്ലേ. അപ്പോൾ സിസ്റ്റർ എന്നെ ഇങ്ങനെ വിളിച്ച് നിർത്തി ചേർത്ത് വെച്ചിട്ട്, മോനെ എൽദോസേ, നിനക്കറിയാവോ, 3ാമത് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നീ 3ാം സ്ഥാനം താഴെ എന്ന് പറയുന്ന രംഗമുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കഴിവുകൾ, ഞാൻ എൻ്റെ മക്കളോട് ചെറുതാണ് പക്ഷെ നിങ്ങൾ ചെയ്ത് അവതരിപ്പിക്കും. ഒരു കുട്ടി ഒരു പാട്ട് പാടി, കുഞ്ഞിൽ നമ്മൾക്ക് പല പാട്ട് പാടുമ്പോൾ, കൊച്ചുകുട്ടി പാട്ട് പാടി കഴിയുമ്പോൾ ഉള്ളിലേയും വിളിച്ചിട്ട് നല്ല സൂപ്പറായിട്ടോ, നന്നായി മോനെ, ഗംഭീരായി എന്ന് പറയുന്നൊരു രംഗം അവർക്ക് വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് ഇന്ന് വരെ അവരോട് ദേഷ്യപ്പെടാൻ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു മോനോട് ചോദിച്ചു, എടാ നിൻ്റെ മാർക്ക് എത്രേ? അപ്പോൾ പറഞ്ഞു 24ൽ 13 ഉണ്ടല്ലേ. എൻ്റെ അപ്പേ കഴിഞ്ഞ പരീക്ഷയ്ക്ക് 3 ഉള്ളായിരുന്നു എനിക്ക്, അത് ഞാൻ 13 ആക്കിയില്ലേ, ഇത്ര ആക്കിയില്ലേ അപ്പേ എന്ന് പറയും. എൻ്റെ മക്കളൊക്കെ ചിലപ്പോൾ ഉദ്ദേശിക്കും, അങ്ങനെയൊക്കെ ചില ഉദ്ദേശിക്കാറൊക്കെ ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ എനിക്കിങ്ങനെ പറഞ്ഞു തരും, അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറയും. പിന്നെ അവർക്ക് എന്നെ ട്രോളെന്നൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ ഇന്ന് കാണും. പിള്ളേരെ ട്രോളുന്നത് നല്ല രസമല്ലേ? തകർക്കാൻ കഴിയില്ല അല്ലേ? ട്രോളുമ്പോൾ എന്ത് രസമാണ്, നമ്മൾ ട്രോളുമ്പോൾ എല്ലാവരും കാണുമല്ലേ. അപ്പോൾ എൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്ന ട്രോളൊക്കെ ഗമ്മൊക്കെ ഉണ്ടാവുമല്ലോ, ഗമ്മിലൊക്കെ എൻ്റെ മോനൊക്കെ ഇങ്ങനെ കാണും, എന്നിട്ട് അവരൊക്കെ അവതരിപ്പിക്കും. ഗമ്മ അപ്പനെ ട്രോൾ ചെയ്തുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഇന്നാൾ കല്യാണത്തിൽ ഇപ്പോൾ ഗമ്മ അവതരിപ്പിക്കുന്ന അയാളെ കണ്ട് എനിക്ക് വലിയ ഇഷ്ടമായി. ഞാൻ മക്കളെ, അയ്യോ എൻ്റെ ചേട്ടൻ എന്താണെന്നൊക്കെ ചോദിച്ചു. മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. ഈ പൊളിറ്റിക്കൽ സറ്റയർ സത്യത്തിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്. നമ്മളെ ട്രോൾ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ താഴെ പോകുന്നില്ലോ, നമ്മൾ ഒരുപടി ആളുകളുടെ മനസ്സിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അതെ, നമ്മൾ സംതിങ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ വി.എസ്. ശിവൻകുട്ടി മന്ത്രി ട്രോളുന്നുണ്ട്. മന്ത്രിക്ക് വല്ല കുഴപ്പമുണ്ടോ? അത് നല്ല മന്ത്രിയാണ് അദ്ദേഹം. കാര്യം നമ്മൾ പറയും അവരെ ശൈലിയിൽ സംസാരിക്കുന്നു, ഭാഷ അങ്ങനെ പ്രയോഗിക്കുന്നുള്ളതല്ലാതെ അദ്ദേഹം ഭരണരംഗത്ത് കുഴപ്പക്കാരനല്ല, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം.
അതുപോലെ പ്രായോഗിക ബുദ്ധി ഭയങ്കരമാണ്. ഈ മണിയാശാനല്ലേ, പലരും പറയും മണിയാശാൻ നല്ല മന്ത്രിയായിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്നു. അദ്ദേഹം നന്നായിട്ട് പ്രായോഗിക രീതിയിൽ അദ്ദേഹം ചെയ്യുമായിരുന്നു. എന്നാൽ വേറെ പല ആളുകൾ നമുക്ക് കാണുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, വലിയ സംഭവമൊക്കെ ആളുകളൊന്നും. അപ്പോൾ നമ്മൾ ട്രോളിന്ന് കരുതിയോ പരിഹസിച്ചെന്ന് കരുതിയോ ഒന്നും ആളുകൾക്ക് യാതൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നോട് എല്ലാവരും പറഞ്ഞു, നിൻ്റെ ഉറങ്ങുന്ന പടമുണ്ടല്ലോ പണ്ടത്തെ, ഈ ഉറങ്ങുന്ന പടമാണ് അടുത്ത ടീമിൽ നീ തോക്കാൻ പോകുന്നതിന് കാരണം. ഉറങ്ങുമ്പോൾ അവിടെ എല്ലാവരുടെ വീട്ടിലും അടിച്ചു കൊടുക്കും. എൻ്റെ എതിരാളികൾ എല്ലാ വീട്ടിലും ഒരു കുഴി മോശമാണെങ്കിൽ അവിടെ ഇതടിച്ചിരിക്കും. എന്നിട്ട് ഉണരുവോ MLA ഉണരുവോ എന്ന് എഴുതിക്കും. അപ്പം ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, ഞാൻ വരുമ്പോൾ എൻ്റെ ഉറങ്ങുന്ന ചിത്രം ആ കവലയ്ക്ക് വെച്ചിരിക്കുന്നു, ഞാനത് കണ്ടു. നിങ്ങൾക്കറിയാലോ, സുഖമില്ലാതെ ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്ന് പറയും. ആളുകൾക്ക് ഇത് വലിയ വിഷയമില്ലെന്ന്. എല്ലാ വീട്ടിലും കൊണ്ട് ഇത് കൊടുത്തു. പക്ഷെ അവർക്ക് എന്ത് പറ്റി? അവരെല്ലാം ഇത് കാണുമ്പോൾ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ഒരാളെ പറ്റി ആരെന്താ പറയുന്നത്? ചില ആൾ വായും പൊളിച്ച് കിടന്ന് കൂർക്കൊക്കെ കളിച്ച് ഉറങ്ങുകയാണിതല്ലേ നിഷ്കളങ്കമായിരുന്നു. ഒരമ്മ പ്രാർത്ഥനയെന്നും ഒരമ്മ സുഖല എടുക്കുക. അപ്പോൾ ഒട്ട് ചോദിച്ച് ഞാനൊരു വീട്ടിൽ ചെന്നു, ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അമ്മ കിടപ്പോൾ ഓട് മോനെ വാ. അപ്പോൾ മരുമോൾ വിളിച്ചിട്ട്, നീ ആ ഫോട്ടോ എടുത്തേന്ന് വെച്ചു. എനിക്ക് മനസ്സിലായില്ല. കട്ടൻ്റെ അടി എടുക്കുക. അപ്പം ചേച്ചി പറഞ്ഞു, ഒന്നുമില്ല MLA ഒരു പടം, ഈ കട്ടൻ്റെ അടിയിൽ എന്നും എടുത്ത് വയ്ക്കും, എന്ന് രാത്രി എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു. അതിനാ വെച്ചു എടുത്ത് ഉറങ്ങണം. എൻ്റെ യേശോപ്പച്ച ഈ മകനെ പോലെ എനിക്ക് നന്നായി ഉറങ്ങാൻ അനുഗ്രഹം അങ്ങ് തരണത്. മോനെ നിനക്ക് തന്നെ വോട്ട്. ഞാനിപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് പറഞ്ഞല്ല. അപ്പോൾ വളരെ പ്രഗത്ഭരായ ആളുകൾ നിയമസഭയിൽ തവണ തോറ്റുപോയപ്പോൾ അത്രയും ഒന്നുമല്ല സാധാരണ ഒരാളായി എനിക്ക് വീണ്ടും ജയിക്കാൻ പറ്റി. അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് പ്രശ്നങ്ങൾ മുന്നിലുണ്ട്, ഏത് പ്രതിസന്ധിക്കും ഒരു സുഗന്ധമുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ എല്ലാ പ്രതിസന്ധിയിലും നമ്മൾ കാണുന്നത് അതിൻ്റെ ദുർഗന്ധമാണ്. ആ ദുർഗന്ധമാണ് നമ്മളെ താഴേക്ക്. പ്രതിസന്ധികളിലെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റിയ മുകളിലേക്ക് നമ്മൾ ആ ദുർഗന്ധം ആസ്വദിച്ച് ദുർഗന്ധത്തിൽ മനം പടക്കൊണ്ടിരിക്കുക. ഏറ്റവും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ ആരായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഇപ്പം നേരത്തെ ടീച്ചർ എന്ന അമ്മ, ടീച്ചർ എന്നൊക്കെ പറയുന്ന ഓരോ സമയങ്ങളിലും ഓരോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അനുഭവം, അമ്മച്ചി വളരെ സൂത്രക്കാരിയായിരുന്നു. അത് ഞാൻ എപ്പോഴും പള്ളികളിലും മലപ്പുറം സ്ഥലത്ത് പ്രസംഗിക്കുകയും പറയും. കാരണം ഞാൻ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട്, എൻ്റെ അനിയനിച്ച നല്ല ചേച്ചിച്ച നല്ല കളിക്കുന്നുണ്ട്. ഇവർ കാണാതെ അമ്മച്ചി എനിക്ക് ഡെയിലി ഒരു മുട്ട തരുമായിരുന്നു. ഒരു മുട്ട, അതായത് പച്ച മുട്ടയില്ലേ. അപ്പോൾ എന്നെ എൽദോസ് ഇട്ടാൽ മോനെ വന്ന് കൂട്ടുമ്പോൾ, എന്നിട്ട് ഈ മുട്ട നീ ചേച്ചിയും അവനും കാണാതെ, അനിയനും കാണാതെ രഹസ്യമായിട്ട് പോയി കൊത്തി കുടിക്കാൻ പറയും. നീ വളരെ അമ്മ എനിക്ക് തന്നെ മുട്ടയല്ലേ. ഞാൻ ഈ മുട്ടയും കൊണ്ട് ആ പറമ്പിലെവിടെയും പോയിട്ട് ഈ ജാതി അല്ലെങ്കിൽ കാപ്പി ഒക്കെ മുറിയോടെയും പതുക്കെ ഇങ്ങനെ കുടിക്കും, അല്ലെങ്കിൽ കട്ടൻ്റെ അടുപ്പിൽ നിന്ന് കുടിക്കും. ആ മുട്ട ഇങ്ങനെ കുടിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്, ഒരു എനർജി എന്നിലേക്ക് കയറുക. കാരണം എൻ്റെ അമ്മ അവർക്ക് കൊടുക്കാതെ എന്നെ മാത്രം സ്നേഹിച്ച് തരുന്ന മുട്ടയാണ്. അപ്പോൾ എനിക്ക് അമ്മച്ചിയോട് വലിയ ഇഷ്ടം. അമ്മച്ചിക്ക് എന്നും ഉമ്മ കൊടുക്കും. ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെയ്യണൊരു കാര്യം, പ്രാർത്ഥിക്കും, അമ്മച്ചിക്ക് ഉമ്മ കൊടുക്കും. അത് ഡെയിലി ഇന്ന് ഞാൻ ചെയ്യണ കാര്യമാണ്. എവിടെ പോയാലും കാണുമ്പോൾ ഉമ്മ വയ്ക്കും. അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം എൻ്റെ ചേച്ചിക്ക്, നമുക്ക് അങ്ങനെയാണല്ലോ, മറ്റുള്ളവന് കൊടുക്കാതെ തരുമ്പോൾ തന്നെ കഴിക്കുമ്പോഴുള്ള സന്തോഷം വലുതാണ്. അതമ്മ കൊണ്ടുവന്ന് തരും. പക്ഷേ എനിക്ക് അറിവായപ്പോഴാണ് മനസ്സിലായത്, മുട്ടയിടുന്ന 5 കോഴി ഉണ്ടായിരുന്നു വീട്ടിൽ. എനിക്ക് ഒന്ന് തന്ന് എന്നെ ഒഴിവാക്കിയിട്ട് 2 പേരും എൻ്റെ ചേച്ചിക്കും അതിനെ അമ്മച്ചോട് കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ ഒരു വലിയ പെരും കള്ളിയായിരുന്നു എൻ്റെ അമ്മ. പിന്നീട് അതാണ് നമ്മളവിടെ ഒഴിവാക്കിയിട്ടെ. അങ്ങനെ മാറി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സ് സന്തോഷമാണ്. അവർക്ക് വേറെ പുഴുങ്ങി കൊടുത്തോണ്ടിരിക്കുക അവിടെ. കാരണം ഈ കൃഷകാത്തനായ, നന്നായി സംസാരിക്കില്ലാത്ത, പഠിക്കാൻ മോശമായ ഒരാൾക്ക് എന്തിനും ചെയ്തു കൊടുക്കുക നല്ല കുട്ടികൾക്ക് കണ്ടാൻ കൊടുക്കുന്നത്. ഞാനിതൊക്കെ അമ്മച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോൾ ആരായിരിക്കും? എനിക്ക് ലീഡർ ശ്രീ കെ കരുണാകരനായിരുന്നു. പിന്നെ AK ആന്റണി സാർ, പിന്നെ ഇവിടെ PP തങ്കൽ സാർ എൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ ലീഡേഴ്സിന് ഇഷ്ടം കേട്ടോ. ഞാൻ മുൻപ് ഉള്ള ആളല്ലേ പറഞ്ഞു. ലീഡർ ശ്രീ കെ കരുണാകരൻ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ലീഡറുടെ ഗ്രൂപ്പായിരുന്നു. കേസുവിൻ്റെ അതല്ല എനിക്കിഷ്ടം, അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ ട്രിവാൻഡ്രത്തില്ല, ഇപ്പോൾ ഹൈബീഡനൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു കസേരയിലിരുന്നു. ഞാനങ്ങനെ ഇരിക്കില്ല എങ്ങനെ സ്ഥലത്ത് പോയി, ഞാൻ മാറിയത്. അപ്പോൾ എനിക്ക് മാത്രം കസേരയില്ലായിരുന്നു. പുള്ളി എന്നെ വിളിച്ചിട്ട് പുള്ളിയുടെ അടുത്ത് അങ്ങനെ പിടിച്ചിരുത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയത് അങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ കുറേ ആളുകൾ, നല്ല ആളുകൾ, ഇഷ്ടമുള്ള ഒരുപാട് പേര് രാഷ്ട്രീയത്തിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ് EK നയനാരെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇവർക്കൊരു പ്രത്യേകതരം ലീഡർഷിപ്പാണ് അല്ലേ?
അവരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇഷ്ടമാണ്. ചില ആളുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആളുകളിലും ഇഷ്ടപ്പെട്ട കുറേ ആളുകളൊക്കെ ഉണ്ട്. കുറെ ആളുകളുണ്ട്. സാധാരണ അങ്ങനെ ആരും പറയാറില്ല നമ്മുടെ പാർട്ടി എന്ന് മാത്രം. അങ്ങനെയല്ല, മറ്റു പാർട്ടിയിലുണ്ട് ഇഷ്ടംമാതിരി ആളുകൾ, നല്ല നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല ആളുകൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ശരിക്കും ഒരു വ്യക്തി രാഷ്ട്രീയം എന്ന് എനിക്ക് പറയാല്ലേ. പല ആളുകളും അങ്ങനെയാണ്, വ്യക്തികളുടെ ഇഷ്ടമുള്ളത് കൊണ്ട് ആ പാർട്ടി അങ്ങനെ പറയുന്ന ആളുണ്ട്. ഇ.പി. ജയരാജൻ സാറ് നമുക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് പാവാള് ഇഷ്ടനാള്, കാണുമ്പോൾ ആൾക്ക് പറയുന്നുള്ളൂ ഭയങ്കര സ്നേഹമാണ്. ഇനി ശരിക്കും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു വൈൻഡപ്പ് സമയമായി. അപ്പൊ നമുക്ക് നല്ല ഒരു കവിത, ഏറ്റവും ബെസ്റ്റ് തോന്നുന്നത് ആളുകള് ഓടിക്കും. ചിരിക്കുവാൻ കരയുവാൻ കണ്ണുനീർ വീഴ്ത്തുവാൻ ആവില്ലെനിക്കിനി, പുഴുത്തയോർമ്മയെ സ്നേഹിച്ചു ജീവിതം നയിക്കുവാൻ, ഇനിയും 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 ഒരു പിടി മുന്നോട്ടുണരുവാൻ എൻ്റെ മനമെന്നേ തളർന്നു. എന്നിലിനി ഹരിതഗണമൊന്നുമില്ലറിക നീ, എന്നിലിനി ഹരിതഗണമൊന്നുമില്ലറിക നീ, എൻ്റെ ഹൃത്തണയുവാൻ കാലമിനി നാഴിക ദൂരെ ദൂരെ, ദൂരെ ദൂരെ കിഴക്കിൻ്റെ കോണിലിനി 6 അടി മണ്ണേ എനിക്കൊരാശ്രയം. ചിരിക്കുക നിങ്ങളിനി എന്നെ കളിയാക്കി കൂട്ടരേ, വെളുത്ത വാവിലൊരു കറുത്ത പൊട്ടു ഞാൻ, വെളുത്ത വാവിലൊരു കറുത്ത പൊട്ടു ഞാൻ. നിന്റെ മോഹങ്ങളും നിന്റെ ദുഃഖങ്ങളും നിന്നിലൊതുക്കുവാൻ നീ ഇനി ശ്രമിക്കുക. കുഞ്ഞേ മടങ്ങുക നീയുമിനി നിന്നമ്മയുടെ ഗർഭപാത്രത്തിലേക്ക്. എന്തിനീ ലോകത്തെരുവിനൊരു സാക്ഷി, മുഖസാക്ഷി ഇനിയും ജനിക്കണം. എൻ്റെ മോഹങ്ങൾ പൂവണിയുവാൻ പുതിയൊരു ഭൂമി ഇനിയും ജനിക്കണം. കണ്ണുനീരുമായി കൈകോർക്കുന്നു മണ്ണിൽ, കണ്ണിൽ കിനാവ് മറയുന്നു, മണ്ണിൽ ഓർമ്മകൾ നൃത്തമാടുന്നു. അന്നത്തെ കുറെ മറന്നു. എനിവേസ്, താങ്ക് യു സോ മച്ച്. കാരണം എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരിൽ നിന്ന് മാറിയിട്ടൊരു അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ലീഡറിനെയാണ് ഇപ്പം നമ്മൾ ശരിക്കും കണ്ടത്. അപ്പം ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ ചെറുപ്പകാലങ്ങളിലുള്ള ആ ഒരു കാര്യം ഇത് കാണുന്ന പല ആളുകൾക്കും, എസ്പെഷ്യലി എടുത്ത് പറയുന്നത് പല ആളുകൾക്കും ഇതിൽ നിന്ന് പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് ഡെഫിനറ്റ്ലി. സോ താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് കവിതകൾ എഴുതാൻ സാധിക്കട്ടെ, ഒരുപാട് ഉറങ്ങാൻ സാധിക്കട്ടെ, ഉറങ്ങുന്നവർക്കൊരു പ്രചോദനമാവാൻ സാധിക്കട്ടെ. ജീവിതത്തിൽ എന്ത് തോൽവി ഉണ്ടെങ്കിലും അത് തോൽവിയായിട്ടല്ല, അതൊരു സിറ്റുവേഷനായിട്ട്, ഒരു സാഹചര്യമായിട്ട് മാത്രം കാണുക എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ്. സോ താങ്ക് യു സോ മച്ച് ചേട്ടാ, ഈ ഒരു ടൈം വളരെ പ്രഷ്യസ് ആക്കി തന്നു. താങ്ക് യു സോ മച്ച്.